എങ്ങനെയായിരിക്കണം ഒരു പ്രൊജക്റ്റിനെ കൈകാര്യം ചെയ്യേണ്ടത്? അപ്പൊ ഞാൻ എടുക്കുന്ന ഒരു അപ്രോച്ച് എന്ന് പറയുന്നത്, ആദ്യം തന്നെ ക്ലയന്റിന്റെ ഒരു കോൺഫിഡൻസ് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കണം. കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർ നമ്മൾ പറഞ്ഞ പോലെ അവർ ചെയ്തോളും. അപ്പൊ എങ്ങനെ ബിസിനസ് ഡെവലപ്പ് ചെയ്ത് കൊടുക്കാം എന്താണെന്നുള്ള ഒരു കോൺഫിഡൻസ് ആദ്യം ബിൽഡ് ചെയ്തെടുക്കണം. ഒരു ശരിക്കും ഒരു ഐഡിയൽ സ്ട്രാറ്റജി എന്ന് പറയുന്നത്, ഇപ്പൊ ചില കമ്പനിക്കാർ SEO മാത്രം ചെയ്യണം എന്നൊക്കെ പറയും. അപ്പൊ നിങ്ങൾ അവരുടെ അടുത്ത് ഒരു സപ്പോസ് ഒരു ചെറിയ പാക്കേജ് ഉണ്ടെങ്കിൽ അതിൽ ചെറിയൊരു SEO കൂടി ഇൻക്ലൂഡ് ചെയ്യുക, ചെറുതായിട്ട്. അപ്പൊ അത് SEO ഒരു സൈഡിൽ കൂടെ പയ്യെ ഡെവലപ്പ് ചെയ്ത് വന്നോളും. പക്ഷെ അറ്റ് ദ സെയിം ടൈം അവർക്ക് പയ്യെ നമ്മൾ ഗൂഗിൾ ആഡും മറ്റേ ആഡൊക്കെ ചെയ്യുമ്പോൾ തന്നെ അവർക്ക് പയ്യെ റെസ്പോൺസ് കിട്ടി തുടങ്ങും. അപ്പൊ തന്നെ അവർ ഹാപ്പിയാവും. അതുപോലെ ചെറിയ ചെറിയ രീതിയിൽ സോഷ്യൽ മീഡിയനെ നിങ്ങൾ കണക്ട് ചെയ്യണം. അതായത് ഒരു ഡിജിറ്റൽ ബ്രാൻഡിങ് പ്ലസ് ലീഡ് ജനറേഷൻ അങ്ങനെ കൂടി ഒരുമിച്ച് ചെയ്യുമ്പോഴാണ് അതിനൊരു ഓവറോൾ റിസൾട്ട് ശരിക്കും വരും. അതേപോലെ തന്നെ ചെയ്യേണ്ടതാണ് നമ്മുടെ ബ്രാൻഡിനും നിങ്ങൾ എപ്പോഴും ക്യാമ്പയിൻ ചെയ്യാൻ അറിഞ്ഞിരിക്കണം. ചിലവർ പറയും എന്തിനാ ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷെ നിങ്ങളുടെ ബ്രാൻഡിന് എപ്പോഴും ആ ബ്രാൻഡ് സെർച്ച് ചെയ്യുമ്പോഴും നമ്മുടെ ഗൂഗിൾ ആഡ് ഫസ്റ്റ് വരണം. അത് നമ്മുടെ ഓവറോൾ എൻക്വയറിയുടെ റേറ്റും കൺവേർഷനൊക്കെ കൂടും. ഇമെയിൽ മാർക്കറ്റിംഗ്. ഓക്കെ, ഇമെയിൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസിന്റെ ഇമെയിൽ 2-3 തരത്തിൽ ഇമെയിൽ മാർക്കറ്റിംഗ് ചെയ്യും. നമുക്ക് ഓരോ ദിവസവും ഒരുപാട് എൻക്വയറീസ് വരുന്നുണ്ടാവും. നമ്മൾ ഒരു 5-6 മാസം കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ അടുത്ത് വേണമെങ്കിൽ ഒരു 10-25,000 എൻക്വയറി കാണാം. ഈ എൻക്വയറിക്ക് നമുക്ക് ബൾക്കായിട്ട് അയക്കാൻ പഠിക്കണം. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു 5-6 മാസമായിട്ട് വന്നിരിക്കുന്ന എൻക്വയറിയിലേക്ക് നിങ്ങൾക്ക് ബൾക്കായിട്ട് അയച്ചു കഴിഞ്ഞാൽ ആ ഒരു ഡേ തന്നെ ഒരു മാസം കിട്ടുന്ന ബിസിനസിനേക്കാളും കൂടുതൽ നിങ്ങൾക്ക് ബിസിനസ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ബൾക്കായിട്ട് ഇമെയിൽ അയക്കുമ്പോൾ വെറും പ്രൊമോഷണൽ മെസ്സേജ് അയക്കരുത്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, എനിക്ക് വന്നിരിക്കുന്ന എൻക്വയറി എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാനാണ്. ബൾക്കായിട്ട് ഇമെയിൽ അയക്കുമ്പോൾ കോഴ്സ് ഉണ്ട് ജോയിൻ ചെയ്യുന്നതും പറഞ്ഞ് അയച്ചു കഴിഞ്ഞാൽ ആരും റെസ്പോണ്ട് ചെയ്യില്ല. അവർക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണെങ്കിൽ മാത്രമാണ് അവരത് ഓപ്പൺ ചെയ്യും. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ അവരുടെ അടുത്ത് പറയാണ് ഫേസ്ബുക്കിൽ എങ്ങനെ ക്യാമ്പയിൻ ചെയ്യാം എന്നുള്ള കുറിച്ചിട്ടൊരു വീഡിയോ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവർക്ക് ആ സാധനം അയച്ചു കൊടുത്ത് അവർ ഓപ്പൺ ചെയ്യും. അതിലൂടെ നിങ്ങളുടെ പ്രൊഡക്റ്റ് വിൽക്കാൻ നോക്കണം. ഒരു ഇമെയിൽ മാർക്കറ്റിംഗിൽ ഉള്ള ഒരു ടേമുകളാണ് ഒന്ന് CPS. കേട്ടോ? കോസ്റ്റ് പെർ സെന്റ്. ചില കമ്പനിക്കാർ പറയും ഞങ്ങൾ 10,000 ഇമെയിൽ അയക്കാം, ഒരു ഇമെയിൽ അയക്കുന്നതിന് 10 പൈസ എന്ന് പറയും. അതാണ് കോസ്റ്റ് പെർ സെന്റ് മോഡൽ. ഇതിലുള്ള ചീറ്റിംഗ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അവർ എത്ര പേർക്ക് അയച്ചു എന്നൊന്നും നമുക്കൊന്നും അറിയില്ല. 2 തരം ഇമെയിൽ ഉണ്ട്. ഒന്ന് ആക്റ്റീവ് ഇമെയിലും ഉണ്ട്, രണ്ട് ഇൻആക്റ്റീവ് ഇമെയിൽ ഉണ്ട്. ആക്റ്റീവ് ഇമെയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഇപ്പോഴും ഉപയോഗിക്കുകയും ലൈവായിട്ടിരിക്കുന്ന ഇമെയിലാണ്. ഇൻആക്റ്റീവ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 2 വർഷമായിട്ട് ഉപയോഗിക്കാത്ത ഇമെയിൽ ഉണ്ടാവും. അതിലേക്കൊന്ന് അയച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഗുണമില്ല, വെറുതെ അയക്കാന്നുള്ളൂ. രണ്ടാമത്തെ മെത്തേഡാണ് CPO, കോസ്റ്റ് പെർ ഓപ്പൺ. അതായത് നിങ്ങളിപ്പോൾ ഒരു 10,000 ഇമെയിൽ അയച്ചു. 10,000 ഇമെയിൽ അയച്ചതിൽ ചിലപ്പോൾ 500 പേരായിരിക്കും ഓപ്പൺ ചെയ്തിട്ടുണ്ടാവുള്ളൂ. നമുക്കപ്പോൾ അവർക്ക് ആരെങ്കിലും ഇമെയിൽ ഓപ്പൺ ചെയ്താൽ മാത്രം പൈസ കൊടുത്താൽ മതി. മൂന്നാമത്തെയാണ് CPC, കോസ്റ്റ് പെർ ക്ലിക്ക് മോഡൽ. അതായത് ആരെങ്കിലും ഇമെയിൽ ഓപ്പൺ ചെയ്ത് അതൊന്ന് ക്ലിക്ക് ചെയ്താൽ പൈസ കൊടുത്താൽ മതി. കോസ്റ്റ് പെർ ലീഡ്, കോസ്റ്റ് CPL. ആരെങ്കിലും നമ്മുടെ ഇമെയിൽ ഓപ്പൺ ചെയ്ത് ക്ലിക്ക് ചെയ്ത് എൻക്വയറി നടത്തിയാൽ മാത്രം പൈസ കൊടുത്താൽ മതി. അടുത്തതാണ് CPA, കോസ്റ്റ് പെർ അക്വിസിഷൻ. അക്വിസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിൽ നടക്കുക, കൺവേർഷൻ നടക്കുക, അങ്ങനെ അഡ്മിഷൻ നടക്കുക. അപ്പം അതിനുശേഷം മാത്രം പൈസ കൊടുത്താൽ മതി. അപ്പം നമുക്ക് 2 രീതിയിലുള്ള ക്യാമ്പയിൻ ചെയ്യാം. ഒന്ന് നമ്മുടെ ഡേറ്റാബേസിന് വേണ്ടിയിട്ട് നമുക്ക് ക്യാമ്പയിൻ ചെയ്യാം. 2, ഒരു മാർക്കറ്റിൽ ഒരുപാട് ബൾക്കായിട്ട് ഇമെയിൽ ചെയ്യുന്ന ഏജൻസീസ് ഉണ്ട്. ഓക്കെ, അവരടുത്ത് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ നമുക്ക് വേണ്ടി നമ്മൾ കൊടുക്കുന്ന മെസ്സേജസ് ക്യാമ്പയിൻ ചെയ്തു തരും. ഡാറ്റാബേസ് നമുക്ക് കിട്ടാൻ വല്ല വഴിയുണ്ടോ?
നല്ല ചോദ്യം ചോദിച്ചത്. പക്ഷെ ഡേറ്റാബേസ് കൊടുക്കുന്നവരുണ്ട്. ഇപ്പൊ ചില കോളേജിൽ വന്നിട്ട് പറയും ഇന്ന കോളേജിന്റെ ഡേറ്റാബേസ് ഉണ്ട്, ഇത്തരം ഡേറ്റാബേസ്. അതുപോലെ നെറ്റിൽ കുറെ പേരുണ്ട് ഇത്തരം പേരുടെ ഇമെയിൽ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് ഈ ആക്റ്റീവ് ആയിരിക്കുന്ന ഒരു ഇമെയിൽ ആയിരിക്കണം, എന്നാലാണ് കാര്യമുള്ളൂ. ഇമെയിൽ കുറെ വാങ്ങിച്ചു പിടിച്ചു കൊണ്ട് കാര്യമില്ല. ഇത് ഞങ്ങളുടെ ഇപ്പം ഫോർ എക്സാമ്പിൾ യൂട്യൂബിൽ ഒരു ചാനൽ ഉണ്ടെങ്കിൽ അവിടെ വരുന്ന വിസിറ്റേഴ്സിന്റെ ഒക്കെ ഡേറ്റാബേസ് കളക്ട് ചെയ്ത് പറഞ്ഞാൽ അത് വെച്ചിട്ട് ചെയ്യാൻ പറ്റൂല്ലേ ഇത് ഇമെയിൽ ജനറേഷൻ? പറ്റില്ല. അല്ലെങ്കിൽ ഞങ്ങളുടെ വെബ്സൈറ്റിൽ വരുന്ന ആൾക്കാർ വെബ്സൈറ്റിൽ വന്നവർ എൻക്വയറി നടത്തണം. എൻക്വയറി ഓക്കെ ഒന്നാ കിട്ടും. ഞങ്ങൾ അവരുടെ ഇമെയിൽ ക്യാപ്ചർ ചെയ്യണം. അത് ആ ഇതിൽ തന്നെ നിങ്ങൾക്ക് ഉണ്ട്. അതിനാണ് നമ്മൾ പറഞ്ഞ വലിയ വലിയ CRM എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻസ് ഒക്കെ ഉപയോഗിക്കണം എന്ന് പറഞ്ഞത്. ഇതാണ്. അപ്പൊ ഇമെയിൽ മാർക്കറ്റിംഗിൽ ആകെ 1-2 കാര്യമുള്ളൂ. ഒന്ന്, നമ്മുടെ ആ ടാർഗറ്റ് ഓഡിയൻസിനെ കണ്ടുപിടിക്കണം, അവരുടെ ഇമെയിൽ കളക്ട് ചെയ്യാം. 2, എന്ത് മെസ്സേജ് ആണ് അയക്കേണ്ടത് അത് സെറ്റ് ചെയ്യാം. അത്രേ ഉള്ളൂ. ഇതാണ് ഒരു ഇമെയിൽ ക്യാമ്പയിൻ്റെ പ്രോസസ് എന്ന് പറയുന്നത്. ലോകത്ത് ഏറ്റവും നല്ലൊരു ഇമെയിൽ എല്ലാവരും ചെയ്യുന്നത് ഇത്തിരി എക്സ്പെൻസീവ് ആണ്, അയക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് മെയിൽചിമ്പ് എന്ന് പറയും. ഒരു ഇമെയിൽ മാർക്കറ്റിംഗ് സോഫ്റ്റ്വെയർ നല്ലതാണോ ചീത്തയാണെന്ന് അറിയണമെങ്കിൽ നമ്മൾ അതിലൂടെ അയക്കുന്ന ഇമെയിൽ എല്ലാം ഇൻബോക്സിൽ പോകണം. നിങ്ങൾ നല്ല സോഫ്റ്റ്വെയർ ആണെങ്കിലാണ് ഇൻബോക്സിൽ പോകും. നിങ്ങൾ ബൾക്കായിട്ട് ഇങ്ങനെ പറവൊന്ന് അയച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇമെയിലും പരിപാടിയൊക്കെ സ്പാം ആവും. പിന്നെ നിങ്ങൾ അയക്കുന്നതൊക്കെ സ്പാമിലേക്ക് പോകും. ഞാൻ ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു കമ്പനിയാണ് നെറ്റ്കോർ എന്ന് പറയും. ഒരുപാട് പേര് വർക്ക് ചെയ്യുന്ന വലിയ കമ്പനിയാണ്. ഇതിലുള്ള ഗെയിം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നെറ്റ്കോർ എന്ന് പറയുന്ന കമ്പനി അവരൊരു പ്ലാറ്റ്ഫോം വിൽക്കുന്നതാണ്. ഈ പ്ലാറ്റ്ഫോമിലൂടെ നമുക്ക് ബൾക്ക് ഇമെയിൽ അയക്കാം. ഈ പ്ലാറ്റ്ഫോമിലൂടെ ബൾക്ക് ഇമെയിൽ നമുക്ക് അയക്കാം. മെയിൽചിമ്പ് എടുത്തേ. താഴേക്ക അടിയിലത്തെ അതൊന്ന് ക്ലിക്കാതെ തന്നെ. മുകളിൽ പ്രൈസിങ് ക്ലിക്ക് ചെയ്ത് താഴേക്ക് വന്നേ. വേണ്ട, ഒരു മിനിറ്റ്. എന്നിട്ട് താഴേക്ക് വന്നേ. ഫ്രീ ഉണ്ടോ? ഓൾ ദി മൾട്ടി ചാനൽ ടൂൾ, അതായത് 2000 കോണ്ടാക്ട്സിന് നിങ്ങൾക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. 2000 കോണ്ടാക്ട്സിന്. മനസ്സിലായോ? മറ്റേത് എന്താണ്? $9 കൊടുത്തു കഴിഞ്ഞാൽ 50,000 കോണ്ടാക്ട്സിന്. ക്ലിയർ? മോളിൽ പോയി. ട്രാൻസാക്ഷണൽ ഇമെയിൽ ഉണ്ടോ? താഴ്ക്കുന്നേ. വേണ്ട. ഈച്ച് ബ്ലോക്ക് ഈസ് എ ക്രെഡിറ്റ് ഫോർ 25,000 ഇമെയിൽസ്. മനസ്സിലായോ? ഇതെന്താന്ന് പറഞ്ഞാൽ 2 തരം ഇമെയിൽ ഉണ്ട്. ഒന്ന് ട്രാൻസാക്ഷണൽ ഇമെയിൽ ഉണ്ട്, പിന്നെ പ്രൊമോഷണൽ ഇമെയിൽ ഉണ്ട്. ഈ കോൺസെപ്റ്റ് തന്നെയാണ് SMS-ലും. SMS-ലും ഉണ്ട് ട്രാൻസാക്ഷണൽ മെസ്സേജ് ഉണ്ട്, പ്രൊമോഷണൽ മെസ്സേജ് ഉണ്ട്. പ്രൊമോഷണൽ മെസ്സേജ് എന്താ? നമ്മുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് ഉണ്ട്, പഠിക്കൂ. അതാണ് പ്രൊമോഷണൽ മെസ്സേജ്. ഇപ്പൊ നമുക്ക് ഒരാള് എൻക്വയറി നടത്തി, അപ്പൊ തന്നെ നമുക്ക് ആൾക്കൊരു SMS ഒരു ഇമെയിൽ വിടാം. Thank you for making an enquiry. Our team will contact you. ഇതൊരു ട്രാൻസാക്ഷണൽ മെസ്സേജാണ്. ഇതിങ്ങനെയാവാം സർ. പ്രൊമോഷണൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്ന എൻക്വയറീസ് ക്യാൻ ബി യൂസ്ഡ് ആസ് ലൈക്ക് ഞങ്ങൾ റെസ്പോൺസ് കൊടുക്കുന്നതാണ് ട്രാൻസാക്ഷണൽ മെസ്സേജ്. ട്രാൻസാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാല് മാർക്കറ്റിംഗ് അല്ലാത്ത എന്തും. അതെ, ഓക്കെ. മാർക്കറ്റിംഗ് അല്ലാത്ത എന്തും ട്രാൻസാക്ഷനിലാണ്. ഓക്കെ. അതായത് ട്രാൻസാക്ഷണൽ മെസ്സേജ് ആണ് അവർ ഇത്തിരി കൂടി പ്രിഫർ ചെയ്യുകയും നല്ല രീതിയിൽ ഇൻബോക്സും പെർഫോം. അത് ട്രാൻസാക്ഷണൽ മെസ്സേജിലൂടെ പ്രൊമോഷണൽ സാധനം വിടാനുള്ള കഴിവാണ്.
അവരൊരു 7 കോടി ഡേറ്റാബേസ്, ഇപ്പൊ നമ്മളിപ്പോ 1 ലക്ഷം ഡേറ്റാബേസിലേക്ക് ഞാൻ ഇമെയിൽ അയച്ചു. അതാണ് ഈ പ്ലാറ്റ്ഫോമിന്റെ ഗുണം. ഞാൻ 1 ലക്ഷം നമുക്ക് 1 ലക്ഷം ഡേറ്റാബേസ് ഉണ്ട്. ഈ 1 ലക്ഷം ഡേറ്റാബേസിലേക്ക് ഞാൻ ഇമെയിൽ അയച്ചപ്പോൾ 5000 പേര് ഓപ്പൺ ചെയ്തു. അത് ഏതൊക്കെ ആരാണ് ഓപ്പൺ ചെയ്തതെന്ന് ഈ പ്ലാറ്റ്ഫോം കാണിച്ചു തരും. ഈ 5000 ആണ് അതിലെ ക്രീം ഡേറ്റ. അവർ ആക്റ്റീവാണ്. ഈ 5000 ഡേറ്റ എനിക്ക് എടുത്തിട്ട് നമ്മുടെ കോമ്പറ്റീറ്റർക്ക് വിൽക്കാം. അതാണ് അതിന്റെ ഇന്റലിജന്റ് ഇൻഫോർമേഷൻ. ഗൂഗിൾ സെർച്ച് നടത്തുന്നതും അതൊരു ബിഹേവിയർ ആയിട്ട് കണക്കാക്കി അത് അനാലിറ്റിക്സ് ചെയ്തിട്ട് ഞങ്ങൾക്ക് അതിന്റെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റൂല. ഒരു ഡിജിറ്റൽ എക്കോസിസ്റ്റം, ഡിജിറ്റൽ നിങ്ങൾക്ക് വിജയിക്കണമെങ്കിൽ വേണ്ട കാര്യങ്ങൾ ഞാൻ പറയാം. ഇനി ഞാൻ പറയുന്നത് മനസ്സിലാവും. ഒന്ന്, നല്ല വെബ്സൈറ്റ് വേണം, നല്ലൊരു വെബ്സൈറ്റ്. 2, സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയിരിക്കണം. സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഫേസ്ബുക്ക്, ലിങ്ക്ഡിൻ, യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം, ബ്ലോഗ്. ക്ലിയർ ആയോ? 3, നിങ്ങളുടെ വെബ്സൈറ്റും CRM-ആയിട്ട് കണക്ട് ചെയ്യണം. അപ്പൊ നിങ്ങൾക്ക് എത്ര എൻക്വയറി വന്നു, ഏതൊക്കെ ഏജൻസിയുടെ അടുത്ത് വന്നുള്ള കംപ്ലീറ്റ് ഇൻഫോർമേഷൻ കിട്ടും. പിന്നെ നിങ്ങൾ എന്തുകൂടെ ചെയ്യണമെന്ന് വെച്ചാൽ നല്ലൊരു ഇമെയിൽ ക്യാമ്പയിൻ ചെയ്യണം. പിന്നെ SMS മാർക്കറ്റിംഗ് ചെയ്യണം. സൈനപ്പ് ചെയ്യാം. മോളിൽ പോട്ടെ വേണ്ട. Find your people, engage your customers, build your brand, do it all with the MailChimp marketing platform. Already have an account log. Email കൊടുത്തോ. സൈൻ അപ്പ് അടി. ഇമെയിൽ ചെക്ക് ചെയ്യും. ഏറ്റവും മോളിൽ പോട്ടെ. ഇതാണ് വന്നേ. അതെ, ചെയ്തിട്ട് ഇതാണ് വന്നത്. ഞാൻ ഫ്രീ പ്ലാൻ ക്ലിക്ക് ചെയ്യാത്ത എന്താ സർ കാണിക്കാൻ വേണ്ടി. ഫ്രീ പ്ലാൻ ക്ലിക്ക് ചെയ്യും. കംപ്ലീറ്റ് ചെയ്യും. നിങ്ങളുടെ ഫസ്റ്റ് നെയിം കൊടുക്കുക. അവിടെ വെബ്സൈറ്റ് കൊടുത്തേ, ഏതെങ്കിലും കൊടുക്കും. ഇപ്പൊ ഇന്റർനെറ്റ് ഹിസ്റ്ററിയും കൊടുത്തോ. ഫോൺ നമ്പറും കൊടുത്തോ. നോ ഐഡി. ഓക്കെ, കണ്ടിന്യൂ അടി. അഡ്രസ് കൊടുക്കുക. ദുബായിൽ നിന്നുള്ള അഡ്രസ് 2ലേക്ക് ആക്കിട്ടോണേ. കണ്ടിന്യൂ അടി. This can include people who signed up to receive marketing from your website, also receive transaction emails. Learn more about your contacts. Yes, അടിച്ചോ. How many email subscribers? 500 or less അടിയാ. Continue. What do you offer? Original content, technology, services, physical services order. Continue. Access your another business physical. അത് സ്കിപ്പ് അടിച്ചോ. You are ready to go. Let's go. What would you like to create? That I will do this later. നോടത്തെ വേണ്ട. ഇനി അല്ലെങ്കിൽ നിങ്ങൾക്ക് ആദ്യത്തേൽ വേണമെങ്കിൽ ചെയ്യാം. അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ കണ്ട, ലെഫ്റ്റ് സൈഡിൽ ഒരു
പെൻ കണ്ട പെൻ ക്രിയേറ്റഡ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇമെയിൽ സെൻഡർ, അത് ഇമെയിൽ ക്ലിക്ക് ചെയ്യും. ക്യാമ്പയിന്റെ പേര് കൊടുക്കുക. ഇപ്പൊ വേണമെങ്കിൽ കൊടുത്ത ഫ്രീ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെയിനിങ് ബിഗിനടി. ആർക്കാണ് അയക്കേണ്ടത്? ഹൂ ആർ യു സെൻഡിങ് ദിസ് ക്യാമ്പയിൻ? ആഡ് റെസിപ്പിയൻസ് ആ. ഇമ്പോർട്ട് കോണ്ടാക്ട് ഉണ്ട്. ഒരു മിനിറ്റ്. യു ക്യാൻ അപ്ലോഡ് എ സ്പ്രെഡ്ഷീറ്റ് ഓഫ് കോണ്ടാക്ട്സ് ഓർ ഇമ്പോർട്ട് എന്താണ് ഒരു എക്സൽ ഷീറ്റ് എടുത്തേ. ഒരു ഹെഡിങ് കൊടുത്ത നെയിം, അല്ലെങ്കിൽ കൊടുത്ത ഫസ്റ്റ് നെയിം. എല്ലാവരുടെയും ഇമെയിൽ ഫസ്റ്റ് നെയിം ബിയുടെ താഴെ ലാസ്റ്റ് നെയിം. സി ഇമെയിൽ. ഇനി നിങ്ങളുടെ ഫസ്റ്റ് നെയിമിന് താഴെ നിങ്ങളുടെ ഫസ്റ്റ് നെയിം എഴുതിയ പ്രദീപ്, എന്നിട്ട് പ്രദീപ് ലാസ്റ്റ് നെയിം ഇമെയിൽ എഴുതുക. വെരി ഗുഡ്. എന്റെ എഴുതിക്കോ ജിറ്റോ, JITTO ഫസ്റ്റ് നെയിം. ലാസ്റ്റ് നെയിം ജോസ്, jitojos@gmail.com. jitojos@gmail.com. ഇനി അടുത്ത വേറൊരാളുടെ ഒന്ന് കൊടുത്തേ, ചാറ്റിലിട്ടേ. ഓക്കെ, ഇത് സേവ് ചെയ്യും. സേവ് ചെയ്താ? ഇനി അത് എടുത്ത് അവിടെ അപ്ലോഡ് ചെയ്യും. ഭയങ്കര സിസ്റ്റമാറ്റിക്കലാണല്ലോ ചെയ്തത്. CSV. Okay. It should be in CSV format now, or text. Save as ready. മോള് CSV കോമ ഡെലിമിറ്റ് മോള് തൊട്ട് മോള് തൊട്ട് മോള് അതെ. ശരി, ട്രൈ ചെയ്ത് നോക്കി. ഡിലീറ്റ് ചെയ്യും. സബ്സ്ക്രൈബ്ഡ് കൊടുത്തോ? കുഴപ്പമില്ല. കണ്ടിന്യൂ അടി. അങ്ങനെ കൊടുക്ക്. 2020 കൊടു. മതി. കണ്ടിന്യൂ അടി. വന്നിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യാം. 3 columns will be imported. വേറെ ആരുടെ എന്ത് വന്നിട്ടില്ല. ഫൈനലൈസ് ചെയ്യും. 8 എണ്ണം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടാ. കംപ്ലീറ്റ് ഇമ്പോർട്ടഡ്. റിട്ടേൺ ടു ക്യാമ്പയിൻ ക്രിയേഷൻ. കണ്ട, നിങ്ങളുടെ 8 റെസിപ്പിയൻസ് അവിടെ വന്നു. കണ്ടാ? അതന്നെ. ഇനി താഴെ ഫ്രം അടി.
വേണ്ട, അതന്നെ മതി. അത് സേവ് ചെയ്തോ. സബ്ജക്റ്റ് അടി. വെരി ഗുഡ്. അവിടെ കൊടുക്ക് ഫ്രീ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെയിനിങ്. ഇത് പ്രിവ്യൂ ടെസ്റ്റ് ആണ്. ദിസ് സ്നിപ്പറ്റ് വിൽ അപ്പിയർ ഇൻ ദ ഇൻബോക്സ് ആഫ്റ്റർ ദി സബ്ജക്ട് ലൈൻ. അത് വേണമെന്നില്ല, കുഴപ്പം. സേവ് അടിച്ചോ. സബ്ജക്റ്റ് ആയി അല്ലേ? ഇനി എന്താണ് അയക്കേണ്ടത്? ഒരുപാട് തീംസ് ഉണ്ട്. താഴേക്ക് വന്നേ. ഇപ്പൊ ഞാനൊരു ബേസിക് കാണിച്ചിരുന്നു. താഴേക്ക് ഏറ്റടിയില്ല. സിമ്പിൾ ടെക്സ്റ്റ് അടി. ഇതൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കണം, ഒരുപാടുണ്ട്. ഫസ്റ്റ് ഒന്ന് അടി ടെക്സ്റ്റ്. ഇനി ഇറ്റ്സ് എ ടൈം ടു, അത് ക്ലോസ് ചെയ്യ്. ഇറ്റ്സ് എ ടൈം ടു ഡിസൈൻ യുവർ ഇമെയിൽ ഉണ്ടാ? അത് അവിടെ മൗസ് ഉണ്ടാ? മുകളിൽ അണ്ടാ പെൻ മുകളിൽ പെന്മ ക്ലിക്ക് ചെയ്യും. അത് ക്ലിക്ക് ചെയ്യും. ഇവിടെ കണ്ട ഡിസൈൻ മാറ്റം. ഫ്രീ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെയിനിങ് ഉണ്ടാക്കുക. മനസ്സിലാവണ്ട? വെരി ഗുഡ്. ഇനി താഴത്തേമ ക്ലിക്ക് ചെയ്യും. പെൻ അത് പെൻ ഇത് സേവ് ആൻഡ് ക്ലോസ് ചെയ്യട്ടെ. സേവ് ആൻഡ് ക്ലോസ് ചെയ്യും. അതുമ്പോ ക്ലിക്ക് ചെയ്യും. അത് തന്നെ. അത് മാറ്റ്. അത് ഫുൾ മാറ്റ്. എന്നിട്ട് എഴുതുക. ലാസ്റ്റ് മാക്സിമൈസ്. മൊത്തം ഡിലീറ്റ് ചെയ്യും. എന്നിട്ട് എഴുത് ഇന്റർനെറ്റ് ലീഡ്സ് ട്രെയിനിങ്. അടുത്ത ലൈൻ എഴുത്. ഫോർ രജിസ്ട്രേഷൻ പ്ലീസ് വിസിറ്റ് അവർ വെബ്സൈറ്റ്. വെബ്സൈറ്റ് സെലക്ട് ചെയ്ത് അല്ലല്ല, വെബ്സൈറ്റ് സെലക്ട് ആ ടെക്സ്റ്റിലുള്ള വെബ്സൈറ്റ് എന്നുള്ള സെലക്ട് ചെയ്യും. അതിന്റെ മുകളിൽ ലിങ്ക് കണ്ട BIU ശേഷം അത് ക്ലിക്ക് ചെയ്യും. നമ്മുടെ വെബ്സൈറ്റ് കൊടുക്കുക. വീണ്ടും അത് ക്ലിക്ക് ഇപ്പുറത്തെ ക്ലിക്ക്. ടെക്സ്റ്റ് തന്നെ ക്ലിക്ക്. അത് തന്നെ. അത് നിങ്ങൾക്ക് അവിടെ കൊടുക്കുന്ന എഡിറ്റ് കോണ്ടാക്ട് ഇൻഫോർമേഷൻ നിങ്ങൾ ഓൾറെഡി കുറെ തുടക്കം തന്നെ ക്യാമ്പയിൻ ചെയ്തപ്പോൾ കൊടുത്തായിരുന്നു. ആ ഇൻഫോർമേഷൻ അവിടെ ഓട്ടോമാറ്റിക്കലി വരും. അത് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാം. താഴ്ക്കുക. കണ്ട, നിങ്ങൾ കൊടുത്ത ഇൻഫോർമേഷൻ തന്നെയാണ് ഇതിന്റെ അടിയിൽ വരും. ഓക്കെ, അതാണ് എല്ലാം കൊടുക്കാൻ പറഞ്ഞു. അത് ക്ലോസ് ചെയ്യും. മോളിൽ പോട്ടെ. താഴെ സേവ് ആൻഡ് ക്ലോസ് അടി. മോളിൽ കണ്ടിന്യൂ ഏറ്റവും ടോപ്പ് റൈറ്റില്. സെൻഡ് എന്നാണ് ഓപ്ഷൻ കണ്ട ഏറ്റവും മുകളില്. സെൻഡ് ക്ലിക്ക്. എന്നിട്ട് എഴുതിയിരിക്കണേ, യു ആർ അബൌട്ട് ടു സെൻഡ് ടു എ ക്യാമ്പയിൻ ടു മാർക്കറ്റിംഗ് മാച്ച് 368 സബ്സ്ക്രൈബേഴ്സ്. സെൻഡ് നൗ അടി. ഇത് വായിച്ചേ. And it's out there. Free digital marketing training is on its way to 8 subscribers from the audience. Marketing Magic 360. എനിക്കിപ്പോ വരും. Yeah. നോട്ടിഫിക്കേഷൻ വരും. അത് മൊത്തം അയച്ചു കഴിയുമ്പോൾ ഇത് വരും. ഓക്കെ. ഇനി ലെഫ്റ്റ് സൈഡിൽ ക്യാമ്പയിൻസ് ഉണ്ടോ? ഏറ്റവും മുകളിൽ ഓൾ ക്യാമ്പയിൻസ്. അതിന്റെ മുകളിൽ ഓൾ ക്യാമ്പയിൻ അടിച്ച് കണ്ടു. ഇവിടെ ചെയ്തിരിക്കുന്ന ക്യാമ്പയിൻ കാണാം. ഫ്രീ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കണ്ടോ? അതിന്റെ റിപ്പോർട്ട് കണ്ടോ?
അതെടുത്ത് അല്ല റിപ്പോർട്ടാ, അതിൽ നോക്കി കഴിയുമ്പോൾ കാണാം എത്ര പേർക്ക് പോയി, എത്ര പേര് ഓപ്പൺ ചെയ്ത് താഴേക്ക് വന്നേ, കണ്ട ഓപ്പൺ റേറ്റ്സ്, പയ്യെ ഓപ്പൺ റേറ്റ്, ക്ലിക്ക് റേറ്റ്, ഓഡിയൻസ് ആവറേജ്, ആരൊക്കെ ഓപ്പൺ ചെയ്തു, ബൗൺസ് റേറ്റ്, എത്ര പേര് അൺസബ്സ്ക്രൈബ് ചെയ്തു, എത്ര പേര് ലിങ്കുമ ക്ലിക്ക് ചെയ്തു, അങ്ങനത്തെ എല്ലാ ഇൻഫോർമേഷനും കിട്ടും.